നിലയ്ക്കൽ ഭദ്രാസനം മെത്രാപ്പൊലീത്തയ്ക്കെതിരായ ശബ്ദ സന്ദേശം പുറത്തു വന്നതിന് പിന്നാലെ ഫാദർ മാത്യൂസ് വാഴക്കുന്നത്തിനെതിരെ അച്ചടക്ക നടപടിയുമായി ഓർത്തഡോക്സ് സഭ. ഫാദർ മാത്യൂസ് വാഴക്കുന്നത്തിനെ സഭാ ചുമതലകളിൽ നിന്നും മാറ്റി. ധിക്കാരപരമായ പെരുമാറ്റം അത്യന്തം ഖേദകരമാണെന്ന് കാതോലിക്ക ബാവ പ്രതികരിച്ചു. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. ടോബി, ഓർത്തഡോക്സ് സഭയിൽ പ്രത്യേകിച്ച് നിലയ്ക്കൽ ഭദ്രാസനത്തിൽ പ്രശ്നങ്ങളാണ്. ഈ വൈദികരുടെ രാഷ്ട്രീയ പശ്ചാത്തലം, രാഷ്ട്രീയ ആഭിമുഖ്യമൊക്കെ പുറത്തു വരുന്നുണ്ട്. അതിനിടെയാണ് ഇപ്പോഴിതാ മാത്യൂസ് വാഴക്കുന്നത്തിനെതിരെ, വൈദികനെതിരെ കൂടി നടപടി ഉണ്ടായിരിക്കുന്നു. എന്താണ് മറ്റു വിവരങ്ങൾ? വിജയകുമാർ, തീർച്ചയായിട്ടും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിലയ്ക്കൽ ഭദ്രാസനവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പരാതികളിൽ ഏറ്റവും അവസാനത്തെ സംഭവ വികാസങ്ങളിൽ ഏറ്റവും അവസാനത്തെ ഒരു നടപടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ കൂടുതൽ നടപടികളിലേക്ക് ഓർത്തഡോക്സ് സഭാ നേതൃത്വം കടന്നേക്കുമെന്നുള്ള സൂചന കൂടി ഈ നടപടിയിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇന്നത്തെ ഈ നടപടി എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. നിലയ്ക്കൽ ഭദ്രാസനാധിപനെ സോഷ്യൽ മീഡിയയിലൂടെ, സമൂഹ മാധ്യമത്തിലൂടെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ചില പ്രസ്താവനകൾ നടത്തിയിരുന്നു മാത്യു വാഴക്കുന്നേൽ. അദ്ദേഹത്തിനെതിരെയാണ് ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത്. അദ്ദേഹത്തോട് കഴിഞ്ഞ ദിവസം കാത്തോലിക്ക ബാവ തന്നെ വിശദീകരണം തേടിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നടത്താൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് സൂറോദോസ് സെക്രട്ടറി ആയിട്ടുള്ള മാർ ക്രിസോസ്റ്റം, യുഹാനോൻ മാർ ക്രിസോസ്റ്റം മെത്രാപ്പൊലീത്ത, അതുപോലെ തന്നെ എബ്രഹാം വാഴക്കുന്നേൽ, കെ തോമസ് എന്നിവർ, അഡ്വക്കേറ്റ് കെ തോമസ് എന്നിവരെ നിയമിച്ചുകൊണ്ടാണ് ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ഈ അന്വേഷണ കാലയളവിൽ സഭയുടെ എല്ലാ ചുമതലകളിൽ നിന്നും മാറി നിൽക്കാനുള്ള ഒരു നിർദ്ദേശമാണ്, ഒരു ഉത്തരവാണ് ഇപ്പോൾ കാതോലിക്ക ബാവ തന്നെ പുറത്തിറക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ നിലപാട്, മാത്യു വാഴക്കുന്നതിന്റെ നിലപാട് സംബന്ധിച്ചുള്ള ചില പരാമർശങ്ങൾ കൂടി കാതോലിക്ക ബാവ ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഒരു പുരോഹിതനും അധ്യാപകനും എന്ന നിലയിൽ തികച്ചും മാതൃകാപരമായി പെരുമാറേണ്ട ഒരു വ്യക്തിയിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു പരാമർശം വന്നത് അത് അപലപനീയമാണെന്നും അതുപോലെ തന്നെ ധിക്കാരപരമാണെന്നും ഉള്ള ഒരു വിമർശനം കൂടി കാതോലിക്ക ബാവയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. എന്തായാലും കർശന നടപടികളിലേക്ക് സഭാ നേതൃത്വം കടക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് BJPയിൽ ചേർന്ന ഷൈജു കുര്യനെതിരെ, അതിനുശേഷം ആ നടപടികൾക്ക് ശേഷം അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ അന്വേഷിക്കാനും അദ്ദേഹത്തെയും മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണം നടത്താനുമുള്ള ഒരു തീരുമാനത്തിലേക്ക് സഭ പോയിരുന്നു. ശരി, ടോബി ജോൺസൺ ആണ് കോട്ടയത്തു നിന്ന് വിവരങ്ങൾ നൽകിയത്.